ഹേ ഓൾ, വെൽക്കം ടു അനദർ വ്ളോഗ്. അങ്ങനെ കുറച്ചധികം ദിവസത്തിന് ശേഷം ഞാനൊരു ലോങ് വീഡിയോ അപ്ലോഡ് ആക്കിയതാണ്. എപ്പോഴും വിചാരിക്കും വീഡിയോ ചെയ്യണം എന്നൊക്കെ, പക്ഷെ അധികവും മടിയായിട്ടാണ്. പിന്നെ സെയിം കാര്യം തന്നെയല്ല നിങ്ങളും റിപ്പീറ്റ് അടിച്ച് കാണുന്നത്. അപ്പം നിങ്ങളെ ബോറടിപ്പിക്കേണ്ട വിചാരിച്ചിട്ടാണ് ഷോർട്സിലൂടെ അപ്ലോഡ് ആക്കുന്നത്. പിന്നെ ഇന്ന് ഞാനൊരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് തന്നെ ഷൂട്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നത്. പറ്റാണെങ്കിൽ ഫുള്ള് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടിട്ട് സപ്പോർട്ട് ആക്കണേ. ഇന്ന് പതിവിലും ഓപ്പോസിറ്റായിട്ട് രാവിലെ നേരത്തെ എണീച്ച് കുളിയൊക്കെ പാസ്സാക്കിയിട്ടുണ്ട്. എന്താ വെച്ചാൽ ആ ഉറക്കപ്പിച്ചൊക്കെ ഒന്ന് പോയിട്ട് കുറച്ചൊരു ഉണർവ് വരട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാ. പിന്നെ കിച്ചണിലോട്ട് പോയപ്പം ഉമ്മ നല്ല ദോശ ചുടുന്നുണ്ടായിരുന്നു. എനിക്കിങ്ങനെ നെരിഞ്ഞിട്ടുള്ള ദോശ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം ഉമ്മനോട് കരിയിച്ചിട്ടാണ് എനിക്ക് കുറച്ച് നേരം കുക്ക് ചെയ്ത് വെച്ചിട്ടാണ് എനിക്ക് ദോശ ഭയങ്കര ഇഷ്ടം. തണിഞ്ഞ ദോശയ്ക്ക് വലിയ ടേസ്റ്റ് ഇല്ലല്ലോ, നമ്മൾ അപ്പം കഴിക്കുമ്പോഴാണല്ലോ അതിൻ്റെതായ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഇന്നാണെങ്കിൽ എനിക്ക് ക്ലാസ്സും കാര്യങ്ങളൊന്നും ഇല്ല. വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ഒരു നോർമൽ ഡേ ഇൻ മൈ ലൈഫാണ്. പിന്നെ കുറച്ച് എസ്തെറ്റിക് ഒക്കെ കൂട്ടിയിട്ടുണ്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നത്. അങ്ങനെ ഞാൻ 2 ദോശയൊക്കെ എടുത്ത് നല്ലോണം ആസ്വദിച്ച് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഈ ഷാളൊക്കെ എന്താ ഞാൻ മടക്കി വെക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒരു തട്ടം തപ്പിയിട്ട് ഞാൻ അലമാര മൊത്തം മറിച്ചിട്ടതിൻ്റെ ബാക്കിയാണിത്. അപ്പോൾ എന്താ മടക്കി വെച്ച സാധനമൊക്കെ അങ്ങോട്ട് മറിച്ചിട്ടീനു. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ അധികം ജേഴ്സി ഹിജാബാണ് ഇപ്പോൾ യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഓ ഇന്ത്യയിൽ കുറേ കളക്ഷൻ ഉണ്ടാവല്ലോ എന്ന്. അല്ലട്ടോ, ഞാൻ ആകെ എൻ്റെ കയ്യിൽ ജേഴ്സി ഹിജാബിൽ ഒരൊറ്റ കളക്ഷനേ ഉള്ളൂ, ഒരു ബ്ലാക്ക് ഹിജാബ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാകുമ്പോൾ ബ്ലാക്ക് ആകുമ്പം എല്ലാ ഔട്ട്ഫിറ്റിൻ്റെ കൂടെ അധികം പോവും. പിന്നെ എൻ്റെ ആകെ ഹിജാബ് കൂടുതലൊന്നുമില്ല, ആകെ ഭയങ്കര കുറച്ചേ ഉള്ളൂ. ഞാൻ അധികം ഒരു ഓഫ് വൈറ്റിൽ വരുന്ന പിങ്ക് ഷെയ്ഡിലുള്ള ഹിജാബും അതേപോലെ ബ്ലാക്ക് ജേഴ്സി ഹിജാബും ഇടുക. അതാണ് എനിക്ക് എല്ലാ ഔട്ട്ഫിറ്റിൻ്റെ കൂടെയും അങ്ങോട്ട് പെയർ ചെയ്ത് പോയിക്കോളും. അതുകൊണ്ട് ഞാൻ അങ്ങനെ യൂസ് ചെയ്യല്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ നേരെ കിച്ചണിലോട്ടാണ് പോയത്. എനിക്ക് മെയിനായിട്ട് രാവിലെ എണീച്ചിട്ടുള്ള പണി എന്ന് പറയുന്നത് അടിച്ചു വാരുക, തുടയ്ക്കുക, ഒന്ന് ക്ലീൻ ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ്. അപ്പം ഞാൻ കിച്ചണിൽ പോയിട്ട് സിങ്കൊക്കെ ഒന്ന് തുടച്ച് അവിടെയൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ പോയത്. എപ്പോഴും ഇതിനൊന്നും വലിയ ടൈമൊന്നും കിട്ടലില്ല. ഇനി മാത്രമല്ല, നെക്സ്റ്റ് മന്ത് നോമ്പ് തുടങ്ങാനായല്ലോ. അപ്പോൾ ഒരു ഡീപ്പ് ക്ലീൻ തന്നെ ചെയ്യാനുണ്ട്. അതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഇൻഷാ അള്ളാ ഞാൻ വ്ളോഗിൽ അപ്ലോഡ് ചെയ്യാൻ നോക്കാം. വീക്ക്ലി വൺസ് എന്നുള്ള രീതിയിലെങ്കിലും വ്ളോഗ് അപ്ലോഡ് ചെയ്യാൻ നോക്കാം. നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് പറയണം കേട്ടോ. കാരണം അങ്ങനെ കാര്യമായിട്ടൊന്നും നമ്മൾ കാണിക്കുന്നില്ലല്ലോ. നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ബോറടിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയില്ലല്ലോ. അപ്പം നിങ്ങളുള്ളത് സത്യം പോലെ പറഞ്ഞാൽ മതി. ബോറടിക്കുന്നുണ്ടെങ്കിൽ ബോറടിക്കുന്നത് തന്നെ പറഞ്ഞാൽ മതി. എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ വീഡിയോയിൽ കാണിക്കുന്ന പകുതി ഐറ്റംസൊക്കെ ഞാൻ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ആക്കിയിട്ടുള്ളതാണ്. ഈ കപ്പ് ഞാൻ മിനീസോന്ന് അതിന് വാങ്ങിയത്. പിന്നെ ബാക്കിയുള്ള ഐറ്റംസൊക്കെ മീഷോ, ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ പർച്ചേസ് ആക്കിയിട്ടുള്ളതാണ്. ഭയങ്കര അഫോർഡബിൾ പ്രൈസിനൊക്കെ എനിക്ക് ചിലതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാത്തിൻ്റെയും ലിങ്കും ഈ വീഡിയോയിൽ പിന്നെ ഇത് വെക്കട്ടോ. നിങ്ങൾക്ക് വേണ്ട ഐറ്റംസ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. കാരണം ഇങ്ങനെ ക്യൂട്ട് ഐറ്റംസൊക്കെ നമ്മൾ കിച്ചണിലൊക്കെ വെക്കുമ്പോൾ തന്നെ ആ ഒരു ലുക്ക് മാറുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യലുണ്ട്. ഒരു പിൻട്രസ്റ്റി വൈബൊക്കെ വരുമ്പം നമുക്കും എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യാനൊക്കെ അങ്ങ് തോന്നും. ഈ കബേർഡിൻ്റെ ഈ ഒരു സൈഡ് മെസ്സായിട്ട് കുറച്ച് ദിവസമായി കിടക്കുന്നത്. അങ്ങനെ ഡീപ്പ് ക്ലീൻ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞ മാതിരി ഇനി നോമ്പാവാനായല്ലോ, അപ്പോൾ ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഒതുക്കി വെക്കാന്നുള്ള രീതിയിലെല്ലാം എടുത്തിട്ടൊന്ന് മാറ്റുന്നു. ഇതിപ്പോൾ സ്പീഡിൽ കാണുമ്പോൾ ഇത്ര എളുപ്പമാണെല്ലാം എന്ന് തോന്നിപ്പോവും. പക്ഷേ കുറച്ച് സമയം എടുത്തിട്ടായിരുന്നു ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യം ചെയ്യാൻ ഭയങ്കര സ്ലോ ആണ്. കാരണം ഞാൻ അത് ചെയ്യും, പിന്നെ എന്തെങ്കിലുമൊക്കെ പണിക്ക് പോവും, പിന്നെയും വന്ന് ചെയ്യും. അങ്ങനത്തെ ഒക്കെ ഒരു ടൈപ്പാണ് ഞാൻ. എനിക്ക് ഭയങ്കര സ്പീഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഞാൻ ബാക്കോട്ടാണ്. ഞാൻ അധികം ഒരു സ്ലോ ആയിട്ടുള്ള പേഴ്സണാണ്. ഒരു ഒരു അനക്കമില്ലാണ്ട് അവിടെ കിടക്കും. അതാണ് എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. പിന്നെ ഇതിലൊക്കെ അധികം സ്പൂണും പിന്നെ കുറച്ച് കണ്ടെയ്നേഴ്സും കാര്യങ്ങളൊക്കെ പ്ലാസ്റ്റിക് ആയിട്ട് വരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യുന്നതെന്നുള്ളൂ. ഞാൻ ഇതൊന്നും തടച്ചൊന്നും വെക്കുന്നില്ല, ജസ്റ്റ് കാണുമ്പോൾ എന്തോ ഒരു പോലെ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുമ്പോൾ തന്നെ നമ്മളെ ഇന്നത്തെ ഒരു പ്രൊഡക്റ്റീവ് ഡേ ഇൻ മൈ ലൈഫ് പോലാണ് ഞാനിന്ന് ഷൂട്ട് ചെയ്യാൻ വിചാരിക്കുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ വീഡിയോ ഒക്കെ എന്തെങ്കിലും കണ്ടിട്ടും വേണമല്ലോ. അപ്പം അങ്ങനെ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെച്ചിട്ട് പിന്നെ ഞാൻ നേരെ മുകളിലോട്ട് പോയി റൂമിലേക്ക്. ഇവിടെ കുറച്ച് മെസ്സായിട്ടാണ് കിടക്കുന്നത്. ഇന്നലെ ഞാൻ ചെയ്തിട്ട് ബാക്കി വെച്ചിട്ടുള്ള കുറച്ച് ജേർണലിൻ്റെ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇവിടെ അങ്ങനെ തന്നെ ഇട്ടുവെച്ചിട്ടാണ് ഞാൻ പോകല്. കാരണം എപ്പോഴും ഞാൻ വിചാരിക്കും നീറ്റാക്കിയിട്ട് പോകണം എന്ന്. പക്ഷെ രാത്രി അങ്ങോട്ടാകുമ്പോഴാണ് എനിക്ക് കുറച്ചൊരു ഉണർവ് വരുന്നത്. എനിക്ക് എപ്പോഴും കമൻറ്റ് വരുന്ന ഒരു കാര്യമാണ്, എങ്ങനെയാണ് ഇങ്ങനെ ക്ലിയറിൽ വീഡിയോ എടുക്കുന്നത്, ഏത് ആപ്പാണ് എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതെന്നൊക്കെ. ഞാൻ അധികം ക്യാപ് കട്ടാണ് യൂസ് ചെയ്യുക. മെയിൻ തിങ് എന്ന് പറയുന്നത് സൺ
സൺലൈറ്റ് ആണ്. സൺലൈറ്റ് ഇല്ലെങ്കിൽ വീഡിയോന് ഭയങ്കര ഡള്ളായിട്ട് ഫീൽ ചെയ്യും. അപ്പം നിങ്ങൾ വീഡിയോ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ മാക്സിമം ലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് നിന്ന് ഷൂട്ട് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ത്രൂ മെസ്സേജ് ചെയ്താൽ മതി. ഞാനിവിടെ ജസ്റ്റ് നെയിം കൊടുക്കാം. അതിൽ നിങ്ങൾ എന്ത് മെസ്സേജ് ആക്കുകയാണെങ്കിലും എല്ലാത്തിനും റിപ്ലൈ ചെയ്യലുണ്ട്. നിങ്ങൾക്ക് ഇതിന് എഡിറ്റിങ്ങിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ എന്ത് ഇതിനെ പറ്റിയിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഞാൻ എന്തായാലും റിപ്ലൈ ആക്കാം കേട്ടോ. അപ്പം പറഞ്ഞ് അതൊക്കെ അങ്ങോട്ട് ചെയ്യുന്നു. പിന്നെ ഈ പ്രിൻ്റർ ഞാൻ ഓൺലൈൻ ത്രൂ പർച്ചേസ് ആക്കിയിട്ടുള്ളതാണ്. അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാനായിക്കോട്ടെ സ്കൂൾ പേർപ്പസിനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ്. പക്ഷെ കളർ പ്രിൻ്റ് അല്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആ ഒരു പ്രിൻ്റാണ് വരുന്നത്. പക്ഷെ നല്ലതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി കുറച്ചൊരു സമയം കിട്ടിയപ്പം ഞാൻ ആ ബുക്കും കൂടി വായിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ബുക്ക് വായിക്കാൻ ആദ്യം വലിയ ഇങ്ങനെ ഇഷ്ടമില്ലേനു. പക്ഷെ മെല്ലെ മെല്ലെ ഇഷ്ടപ്പെടുത്തി വരണമല്ലോ, അങ്ങനെയാണ്. പിന്നെ ഈ ബെഡ്ഷീറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാമെന്നാണ്. ഇവിടെ കിടക്കലില്ല, പക്ഷേ ഞാൻ അധികം എൻ്റെ ടൈം മൊത്തം സ്പെൻഡ് ചെയ്യൽ ഈ റൂമിലാണ്. പിന്നെ ഈ ബെഡ്ഷീറ്റൊക്കെ ഞാൻ ഓൺലൈൻ ത്രൂ പർച്ചേസ് ആക്കിയിട്ടുള്ളത്. നല്ല രസമുണ്ട്, ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ബെഡ്ഷീറ്റാണ്. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ സ്ക്രീനിൽ കൊടുക്കട്ടോ. അപ്പം നിങ്ങൾക്ക് എന്നെ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പം ഞാൻ വിരിച്ചിട്ടുള്ളതിൻ്റെ കളർ ചേഞ്ച് ആണ് ഇത്. അങ്ങനെ വേറെയും കുറേ കളേഴ്സ് അവൈലബിൾ ആണ്. ഞാൻ അതിൻ്റെയൊക്കെ ലിങ്ക് കൊടുക്കട്ടോ. ഇതൊക്കെ വിരിക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു കൊറിയൻ ടച്ചൊക്കെ തോന്നും. പക്ഷേ ഇതിനൊക്കെ ഭയങ്കര അഫോർഡബിൾ പ്രൈസേ ഉള്ളൂ. അതാണ് മെയിൻ തിങ് എന്ന് പറയുന്നത്. മാത്രമല്ല ഈ ഒരു സെയിം ബെഡ്ഷീറ്റിൻ്റെ തീമിൽ തന്നെ ഞാൻ കുറേ പിൻട്രസ്റ്റിലൊക്കെ കുറേ പിക്ചേഴ്സ് കണ്ടിട്ടുണ്ട്. മറ്റേ പിക്നിക് റിലേറ്റഡ് ആയിട്ട് ഉള്ള പിക്ചേഴ്സിലൊക്കെ അധികം ഈ ഒരു കളർ ഷെയ്ഡിൽ വരുന്ന മാറ്റ് പോലാണ് ഇവർ വിരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനും ഞാൻ യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ബെഡ്ഷീറ്റാണിത്. പിന്നെ ഈ ഒരു ടേബിളിൻ്റെ ലിങ്ക് ഞാൻ കുറച്ച് മുന്നേ ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ആക്കിയിരുന്നു. ഇത് ഞാൻ വാങ്ങിയിട്ട് കുറച്ച് അധികമായി. ആമസോണിൽ നിന്ന് പർച്ചേസ് ആക്കിയിട്ടില്ല. അടിപൊളിയാണ്. റൂമിൻ്റെ ലുക്ക് മാറ്റാനായിക്കോട്ടെ ഒരു എസ്തെറ്റിക്കൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ മസ്റ്റായിട്ട് വാങ്ങാൻ പറ്റും. ഇപ്പം നമ്മൾ ബീച്ചിൽ പിക്നിക്കിനൊക്കെ പോകാൻ പറ്റുകയാണെങ്കിൽ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇതൊക്കെ വെച്ചിട്ട് പോവുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇത് നമുക്കിങ്ങനെ നിവർത്തി വെക്കാമല്ല, നമുക്ക് ഫോൾഡ് ചെയ്ത് സാധാ പോലെയും വെക്കാം. പിന്നെ ഞാനൊരു വൈബൊക്കെ സെറ്റായപ്പം കുറച്ചൊന്ന് ബുക്കൊക്കെ വായിച്ചിരിക്കാമെന്ന് വിചാരിച്ചു. എനിക്കിനി വേറെ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല. അല്ല, ഇന്ന് വീട്ടിൽ വേറെ ഒരു പണിയും ഇല്ലാണ്ടിരിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ ലഞ്ച് കഴിക്കാൻ പോയി. ഇന്ന് നല്ല അടിപൊളി ലഞ്ചായിരുന്നു. എനിക്ക് ഉമ്മ ഉണ്ടാക്കുന്ന എല്ലാ ഫുഡും ഓൾമോസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റിലാണ് ഉണ്ടാക്കുക. പരിപ്പ് കറിയും ഉപ്പേരിയും ചെമ്മീൻ ഫ്രൈയും പപ്പടവും അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ച് നല്ല ദമ്മിൽ കിടന്നുറങ്ങി. അതിനുശേഷം എനിക്ക് ഈവനിങ് ഒന്ന് അക്ഷയയിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പം അതും കൂടി ഷൂട്ട് ചെയ്യാൻ വിചാരിച്ച് ഇതാണ് എൻ്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ. തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ അക്ഷയ വരുന്നത്. അപ്പം ഞാൻ എൻ്റെ വണ്ടിയിൽ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് പോയത്. പിന്നെ പോകുന്ന വഴിക്ക് ഞാൻ ഫ്രൂട്ട്സ് കണ്ടു. എനിക്കാണെങ്കിൽ സ്ട്രോബെറി വാങ്ങണമെന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയപ്പോൾ സ്ട്രോബെറിക്ക് 100 രൂപയേനു. ഇപ്പം ഞാൻ റേറ്റ് ചോദിച്ചപ്പം 80 രൂപ ഉള്ളേനു. അപ്പം അത് വാങ്ങി. അതിനുശേഷം പുതിയൊരു കഫേ മുന്നിൽ തന്നെ കണ്ട്. ഞാൻ എപ്പോഴും വിചാരിക്കും ഇവിടെ കയറണം എന്ന്. പിന്നെ ഒറ്റയ്ക്ക് പോകാനൊരു ചടപ്പും. പക്ഷേ ഞാൻ രണ്ടും കൂട്ടി കയറിയിട്ടോ. കാരണം അവിടെ ആരും ഇല്ലേനു. ഭയങ്കര കാമായിട്ടുള്ള ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു കഫേനു. എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു. അപ്പം പിന്നെ ഞാൻ എന്തായാലും നമ്മൾ മുന്നിൽ തന്നെ വന്നതല്ലേ, അപ്പം ഒന്ന് ജസ്റ്റ് കയറി നോക്കാന്നുള്ള രീതിയിൽ അങ്ങോട്ടേക്ക് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനിന്ന് ലോഡഡ് ഫ്രൈസ് ആണ് വാങ്ങിയത്. ഞാൻ ഒരാളായത് കൊണ്ട് എനിക്ക് ഇത്രയും ക്വാണ്ടിറ്റിയിലൊന്നും കഴിക്കാൻ പറ്റിയിട്ടൊന്നും ഇല്ലേനു. ഞാൻ എങ്ങനെയൊക്കെ ഓൾമോസ്റ്റ് കഴിക്കാൻ നോക്കി. അത്ര പ്രൈസും ഇല്ലേനു. പിന്നെ എനിക്കിങ്ങനെ എൻ്റെതായിട്ടുള്ള കമ്പനി ഭയങ്കര ഇഷ്ടമാണ്. അതാകുമ്പോൾ പിന്നെ മെല്ലെ ഇങ്ങനെ നോക്കി തിരിഞ്ഞൊക്കെ കഴിച്ച് ഫുഡൊക്കെ കഴിക്കാമല്ലോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഫുഡ് കഴിക്കാൻ ഫുള്ളും പറ്റിയിട്ടില്ല. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ അവർ സെർവ് ചെയ്തിരിക്കണേ. അപ്പം പിന്നെ ഞാൻ അത്യാവശ്യം വേണ്ടത് കഴിച്ചിട്ട് പിന്നെ പാർസലാക്കാമെന്നാണ് വിചാരിച്ചത്. അതാകുമ്പോൾ പിന്നെ വീട്ടിലേക്ക് കൊടുക്കാമല്ലോ. അങ്ങനെ അതും പാർസലാക്കി പോകാൻ നേരം നോക്കുമ്പോഴത്തേനും നല്ല വെയിലൊക്കെ മാറി കാർമേഘമൊക്കെ മൂടി കിടക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയൊക്കെ ഒരു പരുവത്തിൽ മഴ പെയ്യുന്നതിൻ്റെ മുന്നേ ഞാൻ പുറത്തെത്തി. അല്ലെങ്കിൽ ഞാൻ ഫുള്ള് കുളിച്ചിട്ട് കയറേണ്ടി വരുമായിരിക്കും. പിന്നെ അതിന് ശേഷം ഞാൻ നൈറ്റാണ് ഷൂട്ടാക്കിയിട്ടുള്ളത്. ഇന്ന് ഒരു കോസി നൈറ്റൊക്കെ ഞാൻ വിചാരിച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത്. എനിക്ക് അധികം എൻ്റെ കമൻറ്റ് ബോക്സിൽ എല്ലാവരും കമൻറ്റ് ചെയ്യലുണ്ട് ഒരു കോസി നൈറ്റ് വ്ളോഗ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ ചെയ്യാൻ മാത്രമൊന്നും ഉണ്ടാവലൊന്നുമില്ല. ഞാൻ ഷോർട്സിൽ ചെയ്തിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഇന്നൊരു പാസ്ത കുക്ക് ചെയ്യുന്നതും കൂടി ഇതിൽ ഇൻക്ലൂഡ് ആക്കാൻ വിചാരിച്ച്. എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാം, എൻ്റെ ഫേവറേറ്റ് ഡിഷ് എന്ന് പറയുന്നത് പാസ്ത ആണ്. ഇപ്പോൾ ഏതൊരു കഫേ പോയിക്കോട്ടെ, എവിടെ പോയിക്കോട്ടെ, ഫ്രണ്ട്സിൻ്റെ ഒക്കെ എവിടെ പോവുകയാണെങ്കിലും ഞാൻ ഫസ്റ്റ് പറയാം പാസ്ത എന്ന്. അതും വൈറ്റ് സോസ് പാസ്ത ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പം നമുക്ക് ഇന്ന് അതന്നെ ഉണ്ടാക്കിയിട്ട് തുടങ്ങാം. ഫസ്റ്റ് ഒരു പാത്രത്തിലേക്ക് പാസ്ത കുക്ക് ചെയ്തെടുക്കണം. കുക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് സോൾട്ടും അതേപോലെ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഓയിലിടുന്നത് അതൊന്ന് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും അറിയുന്ന റെസിപ്പി ആയിരിക്കും, പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് പറഞ്ഞുതരാം. അതിനുശേഷം വേറെ ഒരു പാനിലേക്ക്
വേണമെങ്കിൽ ആ പാൻ ജസ്റ്റ് മാറ്റിയിട്ട് അതന്നെ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. കുറച്ച് ബട്ടർ ആക്കി കൊടുക്കണം. ബട്ടറിൽ തന്നെ ചെയ്യാൻ നോക്കണം കേട്ടോ. അതിൽ ടേസ്റ്റ് വരുള്ളൂ. ഓയിലൊന്നും ചെയ്യരുത്. പറ്റുകയാണെങ്കിൽ എന്തായാലും ബട്ടർ തന്നെ യൂസ് ആക്കാൻ നോക്കുക. പിന്നെ കുറച്ച് ഗാർലിക് പേസ്റ്റ് ചെയ്തത് ഫ്രിഡ്ജിലുണ്ടേനു. അപ്പം ഞാൻ അത് കുറച്ച് ആഡ് ആക്കിയിട്ടൊന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കുറച്ചൊന്ന് സോട്ട് ചെയ്ത് വരുമ്പോഴത്തേനും നമുക്ക് ബാക്കി എന്താ വെച്ചാൽ ആഡ് ചെയ്യാം. ഞാൻ കുറച്ച് ഒരു സ്പൂണ് മൈദ എന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നത്. നമുക്ക് എത്ര തിക്നെസ് വേണം അതിനനുസരിച്ചിട്ട് നമുക്ക് ചേർക്കാം. പിന്നെ പാൽ ആഡ് ചെയ്യണം. നിങ്ങൾക്ക് ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഫ്രഷ് ക്രീമാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ഫ്രഷ് ക്രീമൊന്നും ഇല്ലേനു. അതുകൊണ്ട് ഞാൻ അധികം ഫ്രഷ് ക്രീം ചേർക്കലുമില്ല. ഞാൻ അധികം പാലാണ് ഉണ്ടാവല്. അതുകൊണ്ട് പാലന്നെ അധികം ആഡ് ചെയ്യലുള്ളൂ. പിന്നെ നമ്മൾ ഈ സ്റ്റെപ്പിൽ തീ നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അത് കട്ട കുത്താനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അത് നല്ലോണം മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ വൈറ്റ് സോസിന് പകരം ടൊമാറ്റോ സോസ് അതേപോലെ അങ്ങനത്തെ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി വേറെ ടേസ്റ്റിൽ കിട്ടും. എനിക്ക് പിന്നെ വൈറ്റ് സോസ് പാസ്ത ആണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് ഞാനെപ്പോഴും ഈ ഒരു കൈൻഡ് ഓഫ് പാസ്ത ആണ് ഉണ്ടാക്കൽ. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് പാസ്തേൻ്റെ തന്നെ കുറേ റെസിപ്പീസ് ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടത് ട്രൈ ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ നമ്മളെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ ആഡ് ചെയ്യാം. വെജീസോ പിന്നെ ഞാൻ കുറച്ച് കുരുമുളക്, ചില്ലി ഫ്ലേക്സ്, ഒറിഗാനോ ഉണ്ടെന്നുണ്ടെങ്കിൽ മറക്കാണ്ട് ഇടേണ്ട ഒരു സാധനമാണ്. കാരണം ഒറിഗാനോ ഇടുമ്പോഴാണ് പാസ്തൻ്റെതായ ഒരു ടേസ്റ്റ് കിട്ടില്ലേ. ഒറിഗാനോ ഇല്ലെങ്കിൽ അതിൻ്റെതായ ഒരു ടേസ്റ്റ് ഒന്നും സത്യം പറഞ്ഞാൽ കിട്ടില്ല. അപ്പോൾ പറ്റുകയാണെങ്കിൽ ഒരു ഒറിഗാനോ ഇടാൻ എന്തായാലും നോക്കണം. പിന്നെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പാസ്ത ഇട്ടിട്ട് മിക്സ് ചെയ്യാം. എൻ്റെ കയ്യിൽ ചിക്കനോ പിന്നെ ക്യാപ്സിക്കം വെജീസൊന്നും അങ്ങനെ ഇല്ലേനു. അപ്പോൾ പിന്നെ ഞാൻ അതിലേക്കൊന്നും പോയിട്ടില്ല. ഇങ്ങനെ തന്നെ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഇഷ്ടമാണ് എനിക്കിങ്ങനെ കഴിക്കാൻ. ചിക്കനും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. പിന്നെ നിങ്ങളെ കയ്യിൽ ചീസ് ഉണ്ടെങ്കിൽ ചീസും കൂടി ആഡ് ചെയ്യാൻ നോക്കാം. എൻ്റെ ഭാഗ്യത്തിൽ ഒരു സ്ലൈസ് ചീസും കൂടി ഫ്രിഡ്ജിൽ ഉണ്ടേനു. അപ്പം ഞാൻ അതും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ചീസും കൂടി ആഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി എക്സ്ട്രാ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ മഷ്റൂമൊക്കെ ഉണ്ടെങ്കിൽ മഷ്റൂമൊക്കെ ആഡ് ചെയ്യട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ അതൊന്നുമില്ല. പിന്നെ വേറെ ഒന്നും ഇല്ലടാ. ഇനി ഇതൊക്കെ ഒന്ന് സേവ് ചെയ്തിട്ട് നമുക്ക് വേണ്ടി ഒരു ആംബിയൻസ് ഒക്കെ സെറ്റ് ആക്കിയിട്ട് ഫുഡ് കഴിക്കുക. അതൊക്കെ തന്നെയാണ്. പിന്നെ എൻ്റെ ഒരു കോസി നൈറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ ഡിം ലൈറ്റൊക്കെ സെറ്റാക്കി ഡ്രാമയോ സീരീസോ എന്തെങ്കിലും ചാനലൊക്കെ കണ്ടിട്ട് ഫുഡ് കഴിക്കുക. നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ച് ആ നൈറ്റ് ഒന്ന് എൻജോയ് ചെയ്യുക. അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നത്തെ വ്ലോഗ് ഇത്രയും ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പറ്റുകയാണെങ്കിൽ ഒന്ന് ഷെയർ ഒക്കെ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം അത്രേ ഉള്ളൂ. നെക്സ്റ്റ് വ്ലോഗിൽ കാണാം. ബൈ.